പുരാണങ്ങൾ മിത്താണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ പുരാണങ്ങൾ മിത്തല്ല, സ്വത്താണ്, സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു പുതിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പുഷ്പക് വിമാനം, നമ്മൾ പുരാണങ്ങൾ രാമായണത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് പുഷ്പക് വിമാനം. അത്തരത്തിൽ ഒരു വിമാനം ഇപ്പോൾ കർണാടകയിൽ റൺവേയിൽ സുഗമമായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ചിറകുള്ള ഒരു ചെറിയ റോക്കറ്റാണ് ഈ പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിമാനം. തികച്ചും തദ്ദേശീയമായി തന്നെയാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ വിജയമാണെന്ന് ISRO മേധാവി പറയുകയും ചെയ്തു. ചിറകുള്ള ചെറിയ വാഹനം അല്ലെങ്കിൽ വിമാനം എന്ന് തന്നെ പറയും. ഇത് റോക്കറ്റാണ്. അതായത് ചന്ദ്രനിലേക്കും ഇല്ലേ ബഹിരാകാശത്തേക്ക് വളരെ കുറഞ്ഞ ചെലവിൽ സഞ്ചരിക്കാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗങ്ങൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് സ്വയം ലാൻഡ് ചെയ്യാനും പറന്നുയരാനും കഴിവുണ്ട്. അതായത് അതിസങ്കീർണമായ പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് വന്ന് ലാൻഡ് ചെയ്യാനും സ്വയം ഉയർന്നു പൊങ്ങാനും കഴിവുണ്ട്. ഇത് ബഹിരാകാശ യാത്രകൾക്ക്, അതായത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ യാത്രയ്ക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും. 10 വർഷമായി ഇതിൻ്റെ പരീക്ഷണം നടന്നു വരുന്നുണ്ട്. 100 കോടി രൂപയാണ് ഇതിനായിട്ട് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ഇതിൻ്റെ റോക്കറ്റിൻ്റെ പല ഭാഗങ്ങളും പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നുകൂടി പ്രത്യേകമുണ്ട്. ഏതായാലും നമുക്കതിൻ്റെ മനോഹരമായ വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.